നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ലോകത്തിന് വിസ്മയത്തിന്റെ മതിവരാ കാഴ്ചകളുടെ ഉത്സവം സമ്മാനിച്ച തൃശൂർ പൂരത്തിന്റെ രാജകീയ വിളംബരം. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പുമായി എത്തിയ എറണാകുളം ശിവകുമാർ വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനട തള്ളിത്തുറന്നപ്പോൾ ആരവം മുഴക്കിയ ആയിരങ്ങൾ. വടക്കുംനാഥന്റെ നിലപാട് തറയിൽ പൂരമറിയിച്ചുകൊണ്ട് ശംഖനാഥം. തൃശൂരിനെ കീഴടക്കി ഉത്സവ പ്രേമികൾ. ഒരിക്കൽ കൂടി ആത്മാഭിമാനത്തിന്റെ കൊടുമുടിയേറി കുറ്റൂർ ജനത. ആറാട്ടിനു ശേഷം നെയ്തലക്കാവിലമ്മയുടെ രാജകീയ എഴുന്നള്ളത്ത നേതൃത്വം നൽകി സേവ്യർ ചിറ്റിലപ്പള്ളി MLA-യും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുദർശനും. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച് ജില്ലാ ഭരണകൂടം. തൃശൂർ പൂരം മദ്യനിരോധനത്തിൽ വീണ്ടും മലക്കം മറിച്ചിലും സമയമാറ്റവും. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണി മുതൽ ശനിയാഴ്ച കാലത്ത് 10 മണി വരെ മാത്രമായി മദ്യനിരോധനം പരിമിതപ്പെടുത്തി. നിരോധനം തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ മാത്രം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പുതിയ തീരുമാനമെന്ന ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിലെ തൃശൂർ സ്വദേശിനിയായ യുവതിയെ മോചിപ്പിച്ചു. വെളുത്തൂർ സ്വദേശിനി ആൻറ്റസ ജോസഫ് സുരക്ഷിതയായി വീട്ടിലെത്തി. വലിയ ആഹ്ലാദ വാർത്ത പുറത്തുവിട്ടത് വിദേശകാര്യമന്ത്രി ജയശങ്കർ. കപ്പലിലുള്ള 16 ഇന്ത്യക്കാരെ കൂടി മോചിപ്പിക്കാൻ ഊർജിത ശ്രമം നടന്നു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി. എല്ലാവരും സുരക്ഷിതരെന്നും മന്ത്രി. രാജ്യത്ത് വലിയ ആശങ്ക പരത്തി കോവിഡ് കേസുകൾ വീണ്ടും സജീവമാകുന്നതായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മുന്നറിയിപ്പ്. ഏപ്രിലിൽ 2ാം വാരം നടത്തിയ പരിശോധനയിൽ 7% ടെസ്റ്റുകളും പോസിറ്റീവ്. തുടർ പരിശോധനകളിലും വൈറസ് സജീവമാണെന്ന IMA ജാഗ്രത പ്രഖ്യാപിച്ചു. പുതുതലമുറ കൂട്ടത്തോടെ അയൽ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് വലിയ ആശങ്കയാവുകയാണെന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്. അതീവ ഗൗരവമുള്ള വിഷയം ഒരു തരത്തിലും ചർച്ചയാകുന്നില്ലെന്ന കുറ്റപ്പെടുത്തൽ. സംഘടനാ കരുത്ത് വിളിച്ചോതി ഏകോപന സമിതി അത്താണി യൂണിറ്റ് സമ്മേളനം. ചാർലി K. ഫ്രാൻസിസ് പ്രസിഡന്റ്, ടോജി പുലിക്കോട്ടിൽ സെക്രട്ടറി, ട്രഷററായി KV ചന്ദ്രമോഹനെ തിരഞ്ഞെടുത്തു. തൃശൂർ പൂരം മഴയിൽ കുതിരുമോ എന്ന ആശങ്ക. തൃശൂർ അടക്കം സംസ്ഥാനത്തെ 14 ജില്ലകളിലും വെള്ളിയാഴ്ച കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊടും ചൂടിൽ വെന്തുരുകി നിൽക്കുന്ന കേരളത്തിന് വലിയ ആശ്വാസമായി കാലാവസ്ഥാ വകുപ്പ് പ്രവചനം. പൂരപ്രേമികൾക്ക് കടുത്താശങ്ക. തപാൽ വകുപ്പിൽ മികച്ച സേവനത്തിനുടമയായ 65-കാരന് ഇനി വിശ്രമ ദിനങ്ങൾ. തെക്കുംകര കരിമത്രയുടെ ഗ്രാമവീഥികളിൽ സ്നേഹത്തിന്റെ കൊടിയടയാളവുമായി മാധവൻ എന്ന അസിസ്റ്റന്റ് പോസ്റ്റ്മാൻ സഞ്ചരിച്ചത് 44 വർഷം. വിരമിക്കുമ്പോൾ സങ്കടം. തപാൽ ഇടപാടുകൾ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും കത്തുകൾ മാത്രമാകുന്നതിൽ. ജനകീയ പോസ്റ്റ്മാനെ ആദരിച്ച് കരിമത്ര മഹാത്മാ സംഘം ഉപഹാരം നൽകിയ അനുമോദനം. പ്രതിരോധ എയ്റോസ്പേസ് മേഖലയിൽ മിന്നുന്ന പ്രകടനവുമായി സംസ്ഥാന പൊതുമേഖലാ വ്യവസായ സ്ഥാപനം സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡ്. 2023-24 സാമ്പത്തിക വർഷം മികച്ച ലാഭമെന്ന ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് മരക്കാർ. 2023-24 വിറ്റുവരവ് 66.37 കോടിയിൽ നിന്ന് 70.03 കോടിയായി ഉയർന്നു. പ്രവർത്തന ലാഭത്തിൽ 22.04% വർധന. അറ്റാദായം 34 ലക്ഷത്തിൽ നിന്ന് 61.86 ലക്ഷമായും ഉയർന്നു. മരുന്നുകൾക്കൊരു ക്ഷാമവുമില്ലെന്ന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം. മുളങ്ങുത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കടുത്ത മരുന്ന് ക്ഷാമം. ആന്റിബയോട്ടിക്കൽ, കാർഡിയോളജി, ന്യൂറോളജി, യൂറോളജി വിഭാഗങ്ങളിൽ മരുന്നുകൾ കിട്ടാക്കനി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മരുന്നുകൾ പോലും മെഡിക്കൽ കോളേജിൽ ലഭ്യമല്ലാത്ത അവസ്ഥ. വൻ പ്രതിഷേധം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിൽ അമർന്ന് രാജ്യം. ആദ്യഘട്ട വോട്ടെടുപ്പ് ശനിയാഴ്ച. 17 സംസ്ഥാനങ്ങൾ ബൂത്തിലെത്തും. 102 സീറ്റുകളിൽ വിധിയെഴുത്ത. 1625 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. മുൻ ഗവർണർ തമിഴ്സൈ സൗന്ദരരാജൻ, 11 കേന്ദ്രമന്ത്രിമാർ, 5 മുൻ മുഖ്യമന്ത്രിമാർ എന്നിവരുടെ ജനവിധി നിശ്ചയിക്കപ്പെടും. കേരളത്തിൽ പോരാട്ടം അതിരൂക്ഷമാകുന്നു. വരവൂരിൽ ജനകീയ വിശ്വാസത്തിന്റെ തേരിലേറി ഇടതു സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ. സ്വീകരിക്കാൻ കൊമ്പുവാദനത്തിന്റെ നാദലഹരി. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും വഞ്ചനാവലി. ആലത്തൂർ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയം ഉറപ്പുവരുത്താൻ
സംഘാടന കരുത്തിന്റെ പ്രതീകമായി തൊഴിലാളി സമൂഹം. INTUC വടക്കാഞ്ചേരി മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വൻ തൊഴിലാളി പ്രാതിനിധ്യം. ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. രമയുടെ വിജയം ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപനം. സംസ്ഥാനത്ത് UDF വിജയത്തിനായി ജയബേരി മുഴക്കി കേരള ഡെമോക്രാറ്റിക് പാർട്ടി. തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തി KDP.